സോ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു കോമ്പറ്റീറ്റർ അനാലിസിസ് ഒക്കെ മുൻപൊക്കെ നോക്കാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ശരിക്കും ഒരു വെബ്സൈറ്റിലെ ഡാറ്റ സ്ക്രാപ്പിംഗ് എന്നുള്ളത് കുറേയധികം സമയവും കുറേയധികം എക്സ്പെൻസീവും ആയിരുന്നു. ഫോർ എക്സാമ്പിൾ മെറ്റ ആഡ് ലൈബ്രറിയിലെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ആഡ്സ് നോക്കുക, അതുപോലെ തന്നെ ആമസോണിൽ അവരുടെ പൊസിഷൻ റിവ്യൂ, അവരുടെ SKUs നോക്കുക, അതുപോലെ ഈ ഒരു ഇ-കോമേഴ്സ് ആയിട്ടുള്ള പ്രൊഡക്ട്സിൻ്റെ ഓവറോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള പ്രൊഡക്ട്സിൻ്റെ റിവ്യൂ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു മാർക്കറ്റ് അനാലിസിസ് നോക്കുക. ചുരുക്കി പറഞ്ഞ വെബ്സൈറ്റ് ഡാറ്റ സ്ക്രാപ്പിംഗ് വളരെയധികം എക്സ്പെൻസീവും ഭയങ്കര മാനുവൽ ആൻഡ് ടൈം ടേക്കിംഗ് വർക്കുകളായിരുന്നു. സോ ഇതാണ് എപിഫൈയുടെ ഡാഷ്ബോർഡ് വരുന്നത്. ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ മാപ്പ് സ്ക്രാപ്പർ ഉണ്ട്, ആമസോൺ സ്ക്രാപ്പർ ഉണ്ട്, അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ് സ്ക്രാപ്പറും ഇൻസ്റ്റഗ്രാം സ്ക്രാപ്പറും വരുന്നുണ്ട്. സോ ഈ എപിഫൈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഒട്ടനവധി സ്ക്രാപ്പേഴ്സ് ഓൾറെഡി ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള കൺസോൾ വരുന്നത്. സോ ഇതിൽ ഞാൻ മുമ്പ് ചെയ്ത വർക്കുകളിൽ അതിൽ കാണാം. അതുപോലെ തന്നെ ഇതിൽ വരുന്ന APIക്ക് ഈസിലി നമുക്ക് ക്ലോഡായിട്ട് കണക്ട് ചെയ്യാം. സോ നമുക്ക് ഈ ക്ലോഡിൽ നമുക്കിപ്പോൾ നേരത്തെ പറഞ്ഞ ഡയബറ്റിക്കിൻ്റെ ആ ഒരു പ്രോംപ്റ്റ് നമ്മൾ ആഡ് ചെയ്യാണ്. സോ ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റിന് ശേഷം നമുക്കൊരു ഫുൾ ഡാറ്റ അനാലിസിസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. സോ നമുക്കിതിൽ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്, ടാർഗറ്റ് ഗ്രൂപ്പ് വരുന്നുണ്ട്, ക്യാപ്സ്യൂളാണോ ടാബ്ലറ്റ് ആണോ അതോ ജ്യൂസ് ലിക്വിഡ് ആണോ, അതുപോലെ പൗഡർ ആണോ, അതായത് ചൂർണ്ണാണോ എന്നുള്ളതും, അതുപോലെ ടോണിക് സിറപ്പ് ആണോ കൂടുതൽ എന്നുള്ള ലിസ്റ്റ് വന്നിട്ടുണ്ട്. അത് ടോപ്പ് ആയിട്ടുള്ള മാർക്കറ്റ് പ്ലേയേഴ്സിൻ്റെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മെറ്റ ആഡ് റിപ്പോർട്ട് വരുന്നത്. ഇതിൽ വരുന്ന ഓരോ ആഡ് ലൈബ്രറിയിൽ വന്നിരിക്കുന്ന ക്രിയേറ്റീവ്സ്, അതുപോലെ തന്നെ മെറ്റ ആഡ് ലൈബ്രറിൽ ക്രിയേറ്റീവ് ലിങ്ക്സ് വരെ നമുക്കിതിൽ കാണാം. സോ ഈ കംപ്ലീറ്റ് ഡാറ്റ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ച ക്ലോഡ് കണക്റ്റേഴ്സായ എപിഫൈയുടെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ ആഡ് ചെയ്യാം.